നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗോതമ്പ് പൊടിയും വയണയിലയും വച്ചിട്ട് ഒരു സ്പെഷ്യൽ ഇലയട. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 450 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരയിൽ ഒരുപാട് വെള്ളം ചേർക്കണ്ട. നമുക്ക് ഇത് കുഴച്ചെടുക്കുമ്പോൾ അധികമായി പോയി കഴിഞ്ഞാൽ മധുരം എല്ലാം ചേർക്കാൻ പറ്റില്ല. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം കൂടുതൽ ഉണ്ടാവണം, എങ്കിലേ ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അത് അരിച്ചങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഞാനൊരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യുടെ അളവ് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. മാവിൻ്റെ അളവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ആ 3 കപ്പ് മാവ് കുറേശ്ശെയായിട്ട് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് മാവൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നെയ്യ് ചേർക്കാതെ വേണമെങ്കിൽ ഈ ഗോതമ്പ് മാവ് നമുക്ക് വറുത്തെടുക്കാം. അത് നന്നായിട്ട് മൂപ്പിച്ച് റോസ്റ്റ് ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗോതമ്പിൻ്റെ ആ ഒരു സ്മെല്ലങ്ങ് മാറി കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് അത് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ആ ഒരു സ്മെല്ല് വരുന്നത് വരെ, ആ ഒരു മണം വരുന്നത് വരെ നമ്മളിത് വറുക്കണം. ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക കേട്ടോ. ഇത് വറുത്തെടുത്ത് ആ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ 1 മുറി തേങ്ങ ചിരകിയതാണ് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. നന്നായിട്ട് പഴുത്ത ചെറുപഴമാണ്. ഈ പാളയംകോടൻ പഴമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 4 പഴം വരെ എടുക്കാം. എടുത്ത പഴം നന്നായിട്ട് പഴുത്ത പഴമാണ്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് അതുകൂടെ ഈ മാവിലേക്ക് ചേർത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഗോതമ്പ് പൊടിയും തേങ്ങയും പഴവും ഒന്ന് ഉടച്ചെടുത്ത പഴവും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കാം. ശർക്കര ചെറിയ ചൂടോടുകൂടി ചേർത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ആ ചൂടോടുകൂടി തന്നെ ചേർക്കാം. ഇതെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം, തണുത്ത വെള്ളം ആയാലും കുഴപ്പമില്ല, ഒരുപാട് തണുത്ത വെള്ളം ചേർക്കാതെ നമ്മുടെ നോർമൽ ടാപ്പ് വാട്ടർ ആയാലും കുഴപ്പമില്ല കേട്ടോ, ചേർത്തിട്ട് മാവ് കുഴച്ചെടുക്കണം. ഒരുപാട് ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന അത്രയും തിക്കായിട്ടല്ല, ഒരല്പം ലൂസായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് വഴനയില, ഇടനില എന്നൊക്കെ പറയില്ലേ, ആ ഇലയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് കുമ്പിള് കൂട്ടി കോർത്ത് വേണമെങ്കിലും എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു സൈഡ് ഒന്ന് കുമ്പിള് കൂട്ടിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മാവെടുത്ത് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് മടക്കി ഈ ഇലയുടെ ആ ഞെട്ടുണ്ടല്ലോ ആ ഭാഗം വെച്ച് തന്നെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മടക്കിയെടുക്കാൻ പറ്റും. തെരളിയുടെ രീതിയിൽ മടക്കിയെടുക്കാൻ പറ്റും, ഇതുപോലെ കോർത്തെടുക്കാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതെല്ലാം കോർത്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്റ്റീമറിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് വേകുന്നത് വരെ ഒരു അരമണിക്കൂർ വേണ്ടി വരും കേട്ടോ. നന്നായിട്ട് എല്ലാം കുക്കായി കിട്ടണ്ടേ, നന്നായിട്ട് വേവിച്ചെടുക്കും. നന്നായിട്ട് കുക്കാവണം കേട്ടോ. നല്ലപോലെ വെന്ത് നല്ലൊരു മണം വരും, ഇലയുടെയൊക്കെ നല്ലൊരു മണം വരും. അതുവരെ വേവിച്ചെടുക്കുക. പിന്നെ ഈ മാവിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകത്തിന്റെ പൊടിയോ ഏലക്കായുടെ പൊടിയോ ഒക്കെ ചേർക്കാം. ഞാനൊന്നും ചേർത്തിട്ടില്ല. ചേർക്കാത്ത എന്താന്ന് പറഞ്ഞാൽ ആ ഇലയുടെ ഫ്ലേവർ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് വേറെ ഏലക്കായുടെ പൊടിയൊന്നും ചേർക്കാത്തത് കേട്ടോ. വാഴയിലയിലേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഏലക്കായ പൊടിയും കൂടെ ഒക്കെ ചേർത്തെടുക്കാം. കണ്ടോ, ഞാനിത് നന്നായിട്ട് വേവിച്ച് തണുത്തതിന് ശേഷം ഇല കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സൂപ്പർ ഹെൽത്തിയുമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്